പാലക്കാട് നഗരസഭയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾക്കായി ന്യൂ ജനറേഷൻ പ്രചരണം. ഫേസ്ബുക്കിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പേജും മൊബൈൽ ആപ്ലിക്കേഷനും ഒരുക്കിയാണ് പ്രചരണം. നടൻ കുഞ്ചാക്കോ ബോബൻ യു.ഡി.എഫിന്റെ ഈ ക്യാമ്പയിനിങ്ങിന് തുടക്കം കുറിച്ചു. ചുമരെഴുതിയും ബാനർ കെട്ടിയും നോട്ടീസ് വിതരണം ചെയ്തും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞും മാത്രം ഇക്കാലത്ത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനാവില്ലെന്ന ഉറച്ച ബോധ്യത്തിലാണ് പാലക്കാട്ടെ യു.ഡി.എഫ് പ്രവർത്തകർ. പുതുതലമുറ വോട്ടർമാരെ ആകർഷിക്കാൻ യു.ഡി.എഫ് പാലക്കാട് എന്ന പേരിൽ ഫേസ്ബുക്ക് പേജും മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയാണ് പുതിയ പ്രചരണം. പാലക്കാട് നഗരസഭയിൽ മത്സരിക്കുന്ന യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പേര്, മത്സരിക്കുന്ന വാർഡ്, ചിഹ്നം എന്നിവ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനാണിത്. പരമാവധി സേവനങ്ങൾ മൊബൈൽ വഴി ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ, അപേക്ഷകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മൊബൈൽ വഴി ലഭ്യമാക്കാനുള്ള ശ്രമം അടുത്ത മുനിസിപ്പൽ ഭരണത്തിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ചിഹ്നം, ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ്, ഞങ്ങൾ ഇതിനു വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള റിംഗ് ടോൺ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് 52 വാർഡുകളിലേക്കും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. നടൻ കുഞ്ചാക്കോ ബോബൻ യു.ഡി.എഫിന്റെ ഈ ക്യാമ്പയിനിങ്ങിന് തുടക്കം കുറിച്ചു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർക്ക് സംസാരിക്കാൻ സമയമില്ല, വാട്സപ്പിലൂടെയാണ് കൂടുതലും സംസാരിക്കുന്നത്, ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ മാറുന്ന രീതികൾക്കനുസരിച്ച് രാഷ്ട്രീയവും മാറുന്നു. പ്രചരണത്തിന്റെ ഭാഗമായി മൊബൈൽ റിംഗ് ടോണും തയ്യാറാക്കിയിട്ടുണ്ട്. സമാധാന ജീവിതം, വികസിത പാലക്കാട് എന്നതാണ് മുദ്രാവാക്യം. റിപ്പോർട്ടർ, പാലക്കാട്.